പ്രിയമുള്ളവരെ, മന്തിയിൽ കൊതിയോടെ നോക്കി നിൽക്കുന്ന കണ്ണൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നിഷ്കളങ്കരായവരും നിഷ്പക്ഷരായവരും പറയും അതിനെന്താ ഇപ്പൊ കുഴപ്പം, ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ. ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യം തിരിച്ചു കാണിച്ചിരുന്നെങ്കിൽ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല വ്യക്തമായിട്ട്, തിരിച്ചു കാണിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതിങ്ങനെ കാണിച്ചാൽ ആരുടെയും കയ്യും തലയും വെട്ടുകയോ ഒന്നും ആരും വരില്ല എന്ന് അവർക്ക് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരത് ചെയ്തത്. ഇതൊക്കെ കാണിച്ചാലും കുറേ ഹിന്ദുക്കൾ ഈ പറഞ്ഞ പോലെ അവിടെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടി തന്നെ ചെല്ലുമെന്നും ഇവർക്ക് നല്ല ധാരണയുള്ളത് കൊണ്ടും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സാമൂഹിക വ്യവസ്ഥിതി ആയിരുന്നില്ല കുറേ കാലം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സന്തോഷിച്ചും കഴിയുന്ന ജാതി മത ഭേദമന്യേ കഴിഞ്ഞിരുന്ന ഒരു കാലത്തെയാണ് ഇപ്പോൾ ഈ രീതിയിലൊക്കെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ അധിനിവേശം കൊണ്ടാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ വളരെ സ്നേഹത്തോടെ ഇപ്പോഴും സ്നേഹമായിട്ട് കഴിയുന്നവർ സ്നേഹമായിട്ട് തന്നെയാണ് കഴിയുന്നത്. അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ആർക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടുമല്ല. അങ്ങനെ കൊടുത്തവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പലരും അത് കൊടുക്കാത്തതിൻ്റെ കാരണം ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മുടെ കൂട്ടുകാരെ കൂടെ കൂട്ടുന്നത്. അതിലെല്ലാവരും ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ട്. അവരെ ഒന്നും വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അതായത് ഞാനൊരു മറുപടി കൊടുക്കുമ്പോൾ അവരെയും വേദനിപ്പിക്കും എന്നുള്ള ഒരു വിഷമം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അതിന് തക്ക മറുപടി തിരിച്ചു കൊടുക്കാഞ്ഞത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഷിയാസ് കരീമും അനുമോളും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചും എനിക്കൊരു ചെറിയതായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ എല്ലാ BJPക്കാരും ബീഫ് തിന്നുന്നവരോ ബീഫ് തിന്നാത്തവരോ അല്ല. ബീഫ് തിന്നാത്തവരെല്ലാവരും BJPക്കാരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതും തെറ്റാണ്. ബീഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാള, പോത്ത്, പശു, ചെറിയ മൂരിക്കുട്ടന് എല്ലാം വരും. പക്ഷേ ബൊഫല്ലോ എന്ന് പറയുന്ന പോത്ത് മാത്രമാണ് ഈ പറയുന്ന മുസ്ലിംസും ഹിന്ദുക്കളും സാധാരണ കഴിക്കാറ്. അല്ലാതെ കാള ഈ പറഞ്ഞ പോലെ മുസ്ലിംസും ഹിന്ദുക്കളും സാധാരണ കഴിക്കാറില്ല എന്നുള്ളതാണ് എനിക്കുള്ള അറിവ്. പക്ഷേ ക്രിസ്ത്യൻസിന് ഈ പറഞ്ഞ പോത്തിനെക്കാട്ടിലും ഇഷ്ടം കാളയാണെന്നാണ് എനിക്കറിയാവുന്ന എൻ്റെ ചുറ്റുവട്ടത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും കൃത്യമായിട്ട് പോത്തിനെ വെട്ടുന്നിടത്തുനിന്ന് മാത്രമേ ഈ മാംസം വാങ്ങാറുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിലും ബീഫ് കഴിക്കുന്നവരാണ്, എന്ന് വെച്ചാൽ കഴിക്കുന്നവരാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ പോത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാള മേടിക്കാറില്ല. കഴിവതും കാള മേടിക്കാറില്ല. കഴിവൊന്നുമില്ല, കാള മേടിക്കാറേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരാധിക്കുന്ന ശിവൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഈ പറഞ്ഞ പോലെ വാഹനമായിട്ടാണ് കാള. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് മേടിക്കാറില്ല, കഴിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ പശുമാംസം നമ്മൾ കഴിക്കാറില്ല. പോത്ത് പക്ഷേങ്കിൽ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വിഭാഗത്തിൽപ്പെടുന്നവരല്ല. അവരെ ആക്ഷേപിക്കേണ്ടോ അധിക്ഷേപിക്കേണ്ടോ വെല്ലുവിളിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ തിരിച്ച് വെല്ലുവിളിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഷിയാസ് കരീമിൻ്റെ പ്രതികരണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം പലരും അത് പറയുന്നുണ്ട്, ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു തിരിച്ച് ചോദ്യം ചോദിക്കാത്തത്